ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികൾ, തിരൂർ MLA ശ്രീ കുറുക്കോളി മൊയ്തീൻ സാഹിബ്, തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി AP നസീമ തുടങ്ങിയ പ്രമുഖർ വേദിയിൽ എത്തിയിട്ടുണ്ട്. വിജ്ഞാന ഗോപുര ചുക്കാൻ പിടിക്കുന്നേ, ഈ സ്കൂളിൽ സേവനമായി 36 വർഷം പിന്നിട്ടു. ഇതിഹാസം മിനി ടീച്ചർ വിരമിച്ചിടുന്നേ, സ്കൂളിൽ നന്മ മാത്രമായി എന്നും. നമ്മുടെ പ്രിയപ്പെട്ട പ്രധാന അധ്യാപിക ശ്രീമതി മിനി KR ജയനിവാസ് തമസിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഉയരാൻ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാരംഭഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം, സത്യധർമാദി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാകണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും നബിയല്ലാഹു എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ചമ്പ്ര AM UP സ്കൂൾ പാണന്തറയിൽ ഓത്തുപള്ളിയായി തുടങ്ങി അറിവും അലിവും നൽകി അക്ഷരാങ്കണങ്ങൾക്ക് ജീവനും ഒരു നൂറ്റാണ്ടിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ വളപ്പൊട്ടുകളും മയിൽപീലി തുണ്ടുകളും മഞ്ചാടിക്കുരുകളും കൂട്ടിവെച്ച മധുരമുള്ള കുട്ടിക്കാലം ഓർമ്മകൾക്ക് നിറം നൽകി കടന്നുപോകുന്നു. ജന്മനാസിദ്ധിയുള്ളതും അല്ലാത്തതുമായ കുഞ്ഞുള്ള മനസ്സുകളിൽ പഠന പാഠ്യേതര വിഷയങ്ങളെ ആസ്വാദനത്തിന്റെ ആകർഷണത്തിന്റെ പട്ടുറുമാലിൽ തുന്നിക്കൊടുത്ത് ഒരു സർവ്വതോന്മുഖമായ വളർച്ചയിലേക്ക് സ്കൂളിന്റെ തനത് പദ്ധതിയാണ് ബിസ്കിറ്റ് 2K22. സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനാധ്യാപിക മിനി ടീച്ചറുടെ യാത്രയപ്പുമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ ധന്യമുഹൂർത്തത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. തിരൂർ സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന രണ്ടാമത്തെ സ്കൂളാണ് നമ്മുടെ സ്കൂൾ. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. വേദിയിലുള്ള പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രിയപ്പെട്ട AP നസീമ, മുനിസിപ്പൽ കൗൺസിലർമാരായിട്ടുള്ള പ്രിയപ്പെട്ട നാസിർ മൂപ്പൻ, അബ്ദുറഹിമാൻ, പ്രസന്ന, നമ്മുടെ ഇന്ന് യാത്ര ചോദിക്കുന്ന 36 വർഷത്തെ സേവനത്തിന് ശേഷം നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് പിരിയുന്ന നമ്മുടെ പ്രധാന അധ്യാപിക മിനി ടീച്ചർ അവരുടെ, നമ്മുടെ സ്കൂൾ മാനേജർ പ്രിയങ്കരനായ ലത്തീഫ് മൂപ്പൻ, വേദിയിലുള്ള പ്രിയങ്കരായ നമ്മുടെ സഹോദരങ്ങൾ, മനസ്സിൽ ചെറിയ ആകുലതകൾ ഉണ്ടാകും എന്നെനിക്കറിയാം. ഈ കുഞ്ഞുങ്ങൾ ഇന്ന് വിട്ടുപോകുന്നു,
ഈ സ്നേഹനിധികളായ നാട്ടുകാരിൽ നിന്ന് കുറച്ച് അകലത്തേക്ക് പോകേണ്ടി വരുന്നു. ഇവിടെയുള്ള സഹാധ്യാപകരും മാനേജിംഗ് കമ്മിറ്റിയും PTA കമ്മിറ്റിയും ഒക്കെ ചെയ്ത സേവനങ്ങൾ, പ്രവർത്തനങ്ങൾ, സഹകരണങ്ങൾ അതൊക്കെ എന്നെ മനസ്സിലിങ്ങനെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എനിക്ക് നഷ്ടപ്പെടുകയാണല്ലോ എന്നൊരു തോന്നലുണ്ടാവും. ചില ആളുകൾ യാത്ര ചോദിക്കുമ്പോൾ വിതുമ്പിയാണ് പോകാറുള്ളത്. ജോലി ഇല്ലാതാകുന്നു എന്നതുകൊണ്ട് വിതുമ്പേണ്ടതില്ല, ചിരിക്കാണ് വേണ്ടത്, സന്തോഷം ഉണ്ടാവേണ്ടത്. ഒരു ബാധ്യത ഒഴിവായി കിട്ടി, ഞാൻ സ്വതന്ത്രയാകുകയാണ് എന്ന ചിന്തയാണ് ശരിക്കും വേണ്ടത്. ചില ആളുകൾ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ, ഇവിടെ ജോലിയിൽ നിന്ന് വിരമിച്ച കുറേ ആളുകൾ സ്റ്റേജിൽ തന്നെ ഉണ്ട്, എനിക്ക് ഈ കിട്ടുന്ന ആനുകൂല്യം സൗകര്യങ്ങൾക്ക് ഇല്ലാതാകുമോ എന്നുള്ളൊരു ബേജാറ് ചില ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, കാരണം കിട്ടിയതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇനി എനിക്ക് സ്വതന്ത്രമായി പല കാര്യങ്ങളും നോക്കാം. ഇപ്പൊ മാനേജറുടെ നിയന്ത്രണം ഉണ്ടായിരുന്നു, PTA കമ്മിറ്റിയുടെ ചില നോട്ടം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ DO AEO ഒക്കെ ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഒക്കെ മേലെയുണ്ടായിരുന്നു, കൂടാതെ നാട്ടുകാരുടെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ എനിക്ക് വിടുതി കിട്ടിയല്ലോ എന്ന് സന്തോഷിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ നിങ്ങളെ വിട്ടുപോകുമ്പോൾ ഒരു ചെറിയ വേദന മനസ്സിനകത്തുണ്ടാവും. എങ്ങനെയായിരുന്നാലും 99 വർഷത്തെ ഒരു പഴക്കമുള്ള വിദ്യാലയം, ചെമ്പറയിൽ 99 വയസ്സ് പ്രായമുള്ള ആളുകൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഈ സ്കൂൾ പിറന്ന കാലത്ത് ജനിച്ച ആളുകൾ, സ്കൂളിൽ പഠിച്ച ആളുകൾ തീരണ്ടാകാൻ സാധ്യതയില്ല. ഒരു 104-105 വയസ്സെങ്കിലും ഇപ്പൊ ഉണ്ടാവും, അങ്ങനെ ഉണ്ട് ഒരാളുണ്ടെങ്കിൽ. എങ്ങനെയായിരുന്നാലും നമ്മളാക്കിയ ഒരു സ്ഥാപനമാണ് ഈ സ്കൂൾ. നമ്മളതിൻ്റെ ഒരു വില ചിലപ്പം കാണാതെ പോകാറുണ്ട്. ഉദ്യോഗ രംഗത്തേക്ക് പോയ ആളുകൾ, വ്യാപാര രംഗത്തേക്ക് കടന്നു ചെന്ന ആളുകൾ, സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ ഒക്കെ ഈ വിദ്യാലയത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ അവരാക്കിയതിൽ പങ്കുള്ള സ്ഥാപനമാണ് നമ്മുടെ ഈ മാതൃവിദ്യാലയം. നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന കുട്ടികളാണ്, അത് മറന്നുപോകണ്ട. തിരൂര് നഗരത്തിനകത്തുള്ള നിങ്ങളുടെ ഭർത്താവ് ഉണ്ടാക്കിയ വലിയ കെട്ടിടം ഉണ്ടല്ലോ, അതല്ല നിങ്ങളുടെ സമ്പത്ത്. ആ വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടല്ലോ, ഓ ഇതാണ് എൻ്റെ സ്വത്ത് എന്ന് കരുതിയിരിക്കണ്ട, അതൊന്നുമല്ല. നിങ്ങളുടെ സമ്പത്ത് ഈ മക്കളാണ്, നമ്മുടെ കുട്ടികളാണ്. എന്റെയും നിങ്ങളുടെയും മക്കളാണ് നമ്മുടെ സമ്പത്ത്. അതിനെ നാളെ ഉത്തമരായ പൗരന്മാരാക്കി മാറ്റണം. വളരെ സരസമായി നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ ചടങ്ങിന്റെ അധ്യക്ഷതം അലങ്കരിച്ച് സംസാരിച്ച ശ്രീ കുറുക്കോളി മൊയ്തീൻ, ബഹുമാനപ്പെട്ട MLA, അങ്ങേക്ക് നന്ദി. ഏറ്റുവാങ്ങുന്നു ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ ശ്രീ M. അബ്ദുൽ ലത്തീഫ് മൂപ്പൻ, പ്രിയപ്പെട്ട HM മിനി ടീച്ചർ, ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ P. സുബായ. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ നമ്മുടെ MLA കുറുക്കോളി മൊയ്തീൻ സാഹിബ് അവർകൾ, ഈ ചടങ്ങിൽ ഇന്ന് യാത്രയപ്പ് ഏറ്റുവാങ്ങാനായി നമ്മുടെ അതിഥിയായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മിനി ടീച്ചർ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട HM, വാർഡ് കൗൺസിലറുമായിട്ടുള്ള പ്രസന്ന പയ്യാപ്പന്ത, പ്രിയപ്പെട്ട മൂപ്പൻ, പ്രിയപ്പെട്ട ബാവക്ക, പ്രിയപ്പെട്ട കൊക്കോടി മൊയ്തീൻ കുട്ടിയാജി, പ്രിയപ്പെട്ട ആസാദ് മൂപ്പൻ അവർ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ഒരു പക്ഷേ എൻ്റെ സ്വഭാവം വെച്ചിട്ട്, എൻ്റെ മനസ്സ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളാരും ഈ ഉദ്ഘാടന പരിപാടിയോ ഈ പ്രസംഗമോ ഒന്നും കേൾക്കാൻ നിങ്ങൾക്ക് ആർക്കും ആഗ്രഹമില്ല. എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടീൻ്റെ പരിപാടി ഒന്ന് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇതൊരു ഔപചാരിക ചടങ്ങാണ്. ഇത്രയും നല്ല മനോഹരമായ രീതിയിൽ ഒരു പൊതു സ്കൂള്, ഒരു പൊതുവിദ്യാലയം, ഇവിടുത്തെ അധ്യാപികമാർ, ഇവിടുത്തെ HMമാർ, അതിലേറെ നന്നായി പ്രവർത്തിക്കുന്ന PTA പ്രസിഡന്റ് അടക്കമുള്ള PTA മെമ്പേഴ്സൊക്കെ ഒരുപാട് നാൾ പ്രയത്നിച്ചിട്ടാണ് ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് നമുക്ക് ആദ്യം അവർക്കൊരു കയ്യടി കൊടുക്കാം.
ഒരു ചെറിയൊരു പരിപാടിയൊക്കെ നടത്തണമെങ്കിൽ ചെറിയ കാര്യമൊന്നുമല്ല. ഇത്രയും നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് നമ്മളുടെ ഓരോരുത്തരുടെ കുട്ടികൾക്ക് ഓരോ പരിപാടികൾ പഠിപ്പിച്ചു കൊടുത്ത്, ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ടീച്ചറായിരുന്നു. അപ്പോൾ ടീച്ചർമാരെടുക്കണ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നമ്മളൊന്ന് മനസ്സറിഞ്ഞ് കാണുക തന്നെ വേണം. നമ്മൾ പരമാവധി ടീച്ചേഴ്സിനെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേദിയിൽ 100ാം വാർഷിക പ്രഖ്യാപന സ്വിച്ച് ഓൺ കർമ്മമാണ്. സ്വിച്ച് ഓൺ കർമ്മം നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ ശ്രീ എം അബ്ദുൽ ലത്തീഫ് മൂപ്പനാണ്. അതിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ, ആദരണീയരായ ഗുരുജനങ്ങളെ, പ്രിയങ്കരായ രക്ഷിതാക്കളെ, സർവോപരി AMUPSന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ, നമ്മൾ ഇന്ന് 99ാമത് വാർഷികത്തിൻ്റെ സമാപന ചടങ്ങിലാണ് സമ്മേളിച്ചിരിക്കുന്നത്. ഒന്നാം അധ്യാപികക്ക് ഒന്നാം തരം യാത്രയപ്പെന്ന പ്രൗഢോജ്വലമായ ഒരു പ്രമേയത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മിനി ടീച്ചർക്ക് നമ്മൾ ഹൃദയസ്പർക്കായ ഒരു യാത്രയപ്പ് നൽകുകയാണ്. Ladies and gentlemen, esteemed guests, teachers, parents, and most importantly, our talented students. Welcome to the WizKid 2K23 winners reputing ceremony. We are gathered here today to honor the extraordinary achievements of our students who have excelled in various categories. WizKid 2K23 program. ചെമ്പ്ര AMUP സ്കൂളിലെ ഒരു അധ്യയന വർഷത്തെ കലാകായിക അക്കാദമിക സാഗാത്മക പ്രവർത്തനങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലെ കുട്ടികളിലെ അവരുടെ പ്രവർത്തനങ്ങൾ മികവുകൾ അനുസരിച്ച് പ്രത്യേകം പോയിന്റുകൾ നൽകി അവരെ അനുമോദിക്കുന്ന ഒരു പരിപാടിയാണ് വിസ്കിഡ്. വേദിയിൽ നടക്കുന്ന വിസ്കിഡ് വിജയികളുമൊത്തുള്ള ഫോട്ടോ സെഷൻ കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേദിയുടെ മുൻഭാഗത്ത് കൂടി തന്നെ താഴേക്ക് ഇറങ്ങാവുന്നതാണ്. കുട്ടികൾക്കായിരുന്നു വിജ്ഞാനച്ചപ്പ് മത്സരം നടത്തിയത്. 2ാം വർഷം അത് രക്ഷിതാക്കളിലേക്ക് കൂടി വ്യാപിപ്പിച്ചു. എന്നാൽ ഈ വർഷം ടീച്ചറുടെ യാത്രയപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടികളിൽ ഒന്നായി വിജ്ഞാനച്ചപ്പ് ക്യൂസ് മത്സരം രക്ഷിതാക്കൾക്ക് മാത്രമായി ഒതുക്കുകയുണ്ടായി. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കുട്ടികൾക്കുള്ള പൊതുവിജ്ഞാന ശാക്തീകരണം ക്ലാസ് തലത്തിൽ തന്നെ നടന്നു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് കുട്ടികളെ വിജ്ഞാനച്ചപ്പിൽ നിന്നും ഈ വർഷം മാറ്റി നിർത്തിയത്. ഈ വർഷം വളരെ നല്ല രീതിയിൽ തന്നെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും സഹകരണമുണ്ടായി. വലിയ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു 1ാം വർഷവും 2ാം വർഷവും നടത്തിയതെങ്കിൽ ഈ വർഷം വലിയ സമ്മാനങ്ങളൊന്നും തന്നെ പ്രഖ്യാപിക്കാതെയാണ് നടത്തിയത്. എങ്കിൽ പോലും നല്ല രീതിയിൽ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും സഹകരണമുണ്ടായി. നല്ല വിജയപ്രദമായി തന്നെ പരിപാടി ഓരോ മാസവും നടത്തുകയും അവസാനം ഈ കഴിഞ്ഞ മാസം ആദ്യത്തിൽ ഇതിൻ്റെ മെഗാ ക്വിസ് മത്സരം നടത്തുകയും ആണ് ഉണ്ടായത്. ആ വിജയികൾക്കുള്ള സമ്മാനദാനം ഈ വേദിയിൽ വെച്ച് നടക്കും. 1ാം സ്ഥാനം നേടിയ സബ്ന ബീഗം, കഴിഞ്ഞ വർഷവും 1ാം സ്ഥാനം നേടിയ വ്യക്തിയാണ്. 5A ക്ലാസ്സിലെ ആയിഷ മിൻഹയുടെയും LKG C ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ ഇഫ്രയുടെയും മാതാവ്.
അവർക്കുള്ള സമ്മാനദാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റഹീന പി ടി വളരെ മത്സര ബുദ്ധിയോടെ തന്നെ ഈ വിജ്ഞാന ചെപ്പ് മത്സരത്തെ കണ്ടുകൊണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 2ാം സ്ഥാനത്തേക്ക് നല്ല കൈയടി കൊടുക്കാം ഇവർക്കെല്ലാം. താങ്ക് യു. പ്രവർത്തന മികവിനാലും അക്കാദമിക മികവിനാലും മികവിൻ്റെ കേന്ദ്രമായ നമ്മുടെ വിദ്യാലയത്തിൻ്റെ 2023-24 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. തിരൂർ മുനിസിപ്പാലിറ്റി താനാളൂർ, നിറമരുതൂർ പഞ്ചായത്തുകളിൽ നിന്നും സ്കൂൾ നഴ്സറി തലങ്ങളിലായി 1750ഓളം കുട്ടികൾ സ്കൂളിൽ പഠനം നടത്തുന്നു. മുൻ വർഷങ്ങളിലേക്കാൾ പ്രവേശന നിരക്കിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ജൂൺ 1 നവാഗതരുടെ പ്രവേശനോത്സവത്തോടു കൂടി ആരംഭിച്ച അക്കാദമിക വർഷം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കൊപ്പം സമഗ്രവും സവിശേഷവുമായ നൂതനാശയ പ്രവർത്തനങ്ങൾക്ക് കൂടി രൂപം നൽകിയാണ് മുന്നോട്ട് പോയത്. നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ സൽമ ടീച്ചറുടെ മകൻ കൂടിയാണ് മുഹമ്മദ് സിമാൽ. തുടർച്ചയായി 2 തവണയാണ് ഇൻസ്പയർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അഭിനന്ദനങ്ങൾ. ജില്ലാ സംസ്കൃത കലോത്സവത്തിൽ കഥാകഥനം 1ാം സ്ഥാനം ശിവനന്ദ 5 ശ്രീ. താങ്ക് യു. സ്നേഹത്തോടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ ഗുരുനായകന്മാരെ, രക്ഷിതാക്കളെ, മറ്റ് സുഹൃത്തുക്കളെ, ഇപ്പോഴത്തന്നെ സമയം 9:30 നമ്മളെ കൂടുതൽ പ്രസംഗിച്ച് നമ്മളെ സമയം നീട്ടുന്നില്ല. 99ാമത്തെ വാർഷികാഘോഷവും നമ്മുടെ 36 വർഷം മിനി ടീച്ചർ നമുക്കായി ഒരുക്കിയ ഈ വേദിയിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ബഹുമാനപ്പെട്ട ഈ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, നാസർപ്പം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പരിപാടികൾ നീണ്ടുപോയി. ഈ 99ാം വാർഷികാഘോഷവും നമ്മുടെ HMനുള്ള യാത്രയപ്പുമാണ് ഇന്ന് നടക്കുന്നത്. ഏതായാലും ഈ വൈകിയ വേളയിൽ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇനിയുള്ള ജീവിതത്തിൽ മിനി ടീച്ചർക്ക് ഐശ്വര്യവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നല്ലവരായ നമ്മുടെ നാട്ടുകാരെ, പിഞ്ചുമക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഈ വൈകിയ വേളയിൽ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമായ മിനി ടീച്ചർക്ക് എല്ലാ ഭാവുകളും നേരുന്നു. പിന്നെ നമ്മുടെ പിഞ്ചുമക്കളെ, നമ്മുടെ സ്കൂളിൽ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, കുട്ടികളെ, ഈ വൈകിയ വേളയിൽ കൂടുതലായി ഒന്നും പറയാനുള്ള ഇല്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മുടെ സ്കൂളിൻ്റെ 99ാം വാർഷികവും അതുപോലെ മിനി ടീച്ചറുടെ യാത്രയപ്പ് പരിപാടിയുമാണ് ഇന്നും ഇന്നലെയുമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, സ്കൂളിൻ്റെ 99ാം വാർഷികം നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് സമുചിതമായി തന്നെ. ടീച്ചർക്കുള്ള യാത്രയപ്പുമാണ്. വളരെ ഭംഗിയായി കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച അതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു. ടീച്ചർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ, ഭാവി ജീവിതം സമാധാനപരമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാം. സാധാരണ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക അല്ലെങ്കിൽ ഒരു ജീവനക്കാരൻ പിരിയുമ്പോൾ ആ സ്കൂളിലെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ സഹപ്രവർത്തകരും ഏറി വന്ന PTA ഭാരവാഹികളും ചേർന്നൊരു യാത്രയപ്പാണ് നൽകാറ്. അതാരും അത്ര കാര്യമാക്കാറില്ല, അത്ര ഗൗരവത്തിലും അല്ല നടത്താറ്. എന്നാൽ ചമ്പ്ര സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗംഭീരമായ ഒരു യാത്രയപ്പാണ് മിനി ടീച്ചർക്ക് ലഭിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, അധ്യാപക സുഹൃത്തുക്കളെ, നീട്ടില്ല, ചുരുക്കാം.
മിനി ടീച്ചറെ സംബന്ധിച്ച് നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപിക എന്ന രീതിയിൽ മാത്രമല്ല നമ്മുടെ നാട്ടുകാരിൽ ഒരാളും കൂടിയാണ്. ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ കുടുംബസമേതം ജീവിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു അഭ്യർത്ഥന ടീച്ചറോട്, സ്കൂളിൽ നിന്നാണ് ടീച്ചർ വിട്ടുപോകുന്നത്. ഞങ്ങൾ നാട്ടുകാർ ടീച്ചറെയും അതുപോലെ തന്നെ ടീച്ചറുടെ കുടുംബത്തിനും വിടില്ല, ഇവിടെ ചെമ്പ്രത്ത് തന്നെ വേണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഉണ്ട്. ടീച്ചർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ഇപ്പോൾ 56 വയസ്സായിട്ടുള്ളൂ, ജീവിതം നീണ്ടു കിടക്കുകയാണ്. പണ്ട് റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞ പോലെ പിന്നെ ഇൻസാർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്, ഐ പ്രോമിസസ് ടു കീപ്പ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ടീച്ചർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. തടസ്സങ്ങൾ ഏറെ ഉണ്ടായേക്കാം, അതൊക്കെ തട്ടിമാറ്റി മുന്നോട്ട് പോട്ടെ. എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. താങ്ക് യു. നമ്മുടെ ഇന്ന് യാത്രയൊക്കെപ്പെടുന്ന മിനി ടീച്ചർ, മറ്റ് എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കുട്ടികളെ, ഏതായാലും സമയം ഒരുപാടായി. കുട്ടികളൊക്കെ മേക്കപ്പ് ചെയ്ത് ഇങ്ങനെ റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ ഇവർക്ക് തോന്നും നീ നേരം വെക്കണ നേരത്ത് ഈ തന്തൊക്കെ പറഞ്ഞുകൊണ്ട് സമയം കളയെന്നുള്ള ഒരു തോന്നൽ. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നല്ലവരായ എൻ്റെ നാട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ സ്കൂളിൻ്റെ 99ാം വാർഷികത്തിൻ്റെ ആശംസകൾ അർപ്പിക്കുക എന്നതാണ് എന്നിൽ അർപ്പിച്ചിട്ടുള്ള കർത്തവ്യം. നിരവധി തലമുറകൾക്ക് അക്ഷരം കുറിക്കാൻ അവസരം ലഭിച്ച നമ്മുടെ സ്കൂളിൻ്റെ വാർഷിക പരിപാടികൾക്ക് ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രഥമ അധ്യാപികയ്ക്ക് 1000 ആരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ടും ഈ പരിപാടിക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ മിനി ടീച്ചർക്ക് ഇന്ന് യാത്രയപ്പ് നൽകുകയാണ്. ഇവിടെ ടീച്ചർക്ക് ഭാവി ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, കുട്ടികളെ, നമ്മുടെ സ്കൂളിൻ്റെ 99ാം വാർഷികവും നമ്മുടെ മിനി ടീച്ചർക്കുള്ള യാത്രയപ്പവുമാണ് നമ്മളിവിടെ ഈ 2 ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത്. ടീച്ചറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2 വർഷമായിട്ടുള്ളൂ ടീച്ചറായിട്ട് കൂടുതൽ അടുക്കാൻ പറ്റിയിട്ടുള്ളത്. ശരിക്ക് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ലീവൊന്നും നോക്കാതെ നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട് ഇത്രയധികം കർമ്മനിരതരായിട്ടുള്ള മിനി ടീച്ചർ. പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട മിനി ടീച്ചറുടെ യാത്രയപ്പം സ്കൂളിൻ്റെ 99ാം വാർഷികാഘോഷവും സമുചിതമായി കൊണ്ടാടുന്ന ഈ വേളയിൽ നാട് ഒരുമയോടെ ഏറ്റെടുത്ത ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമുക്ക് പ്രകടിപ്പിക്കാം ടീച്ചറോടുള്ള സ്നേഹം. സ്കൂളിന്റെ സ്നേഹമാണ് കൈമാറുന്നത്. പൊന്നാട അണിയിച്ച് ടീച്ചറെ ആദരിച്ചുകൊണ്ട് മൊമെന്റോ നൽകിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ, നമുക്ക് എല്ലാവർക്കും വേണ്ടി മാനേജർ അത് കൈമാറുകയാണ്. താങ്ക് യു. അത് നൽകുന്നതിനായി അവരുടെ പ്രതിനിധികളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഓർമ്മക്കൂട് 2003-2004 പൊന്നാട അണിയിച്ചുകൊണ്ട് ടീച്ചർക്കുള്ള സ്നേഹം നൽകുകയാണ്. മൊമന്റോയും 2023-24 MTA സ്നേഹമാണ് ടീച്ചർ ഇപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ MTA പോസ്റ്റ് ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ചെമ്പ്ര, യുവശക്തി. അടുത്തതായി യുവശക്തി 92-93 ബാച്ച്. അത് കഴിഞ്ഞാൽ ചെമ്പ്ര പ്രവാസി സഖാക്കൾ ചെമ്പ്ര
ഓർമ്മകൾ പെയ്യുമ്പോൾ ഗ്ലോബൽ KMCC ചെമ്പ്ര. അത് കഴിഞ്ഞാൽ 2020-21 വർഷത്തെ PTA വകയായുള്ള സ്നേഹമാണ്. 96-97 ബാച്ചിന്റെ ഇൻസ്പയർ 96-97. ഇത് കഴിഞ്ഞാലുടൻ തിരുമുറ്റം 91 7th ബാച്ചിന്റെ സ്നേഹമാണ്. തിരുമുറ്റം 91. സെവൻത്ത് ബാച്ച് KG ടീച്ചേഴ്സിന്റെ വക, KG ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫിന്റെ വകയുള്ള സമ്മാനമാണ്. അടുത്തതായി KG ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫിന്റെ സ്നേഹം കഴിഞ്ഞാലുടൻ 98-99 സൗഹൃദം. സൗഹൃദം ബാച്ചിന്റെ വക ഉള്ള സ്നേഹമാണ്. ടീച്ചർക്കൊപ്പമുള്ള നിമിഷങ്ങൾ ഓർത്തുകൊണ്ടാണ് KG ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ്. അടുത്തതായി സ്കൂൾ ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മ 2003, 2023, 24. അടുത്തതായി 2002, 2003 ഏഴാം ക്ലാസ്സിന്റെ ദിവ്യ കെ ടീച്ചർക്ക് ഒരു സ്നേഹ സമ്മാനം നൽകുകയാണ്. ഉടൻ തന്നെ ടീച്ചർക്ക് ആ സ്നേഹം അവർ അവിടെ വെച്ച് നൽകുന്നതായിരിക്കുമെന്നും അറിയിക്കുന്നു. അസംഖ്യം ശിഷ്യഗണങ്ങൾ ജീവിത തിരക്കുകൾക്കിടയിലും ടീച്ചറുടെ വിരമിക്കൽ പരിപാടിയിൽ പങ്കെടുക്കാൻ ഓടിയെത്തിയ അവരും ഇവരുടെയെല്ലാം സ്നേഹവായ്പകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ മിനി ടീച്ചർക്ക് ഇപ്പോൾ നമ്മോട് പലതും പറയാനുണ്ടാകും. അത് കേൾക്കാൻ നമ്മളും കാതോർത്തിരിക്കുകയാണ്. മിനി ടീച്ചറെ അത്യാദരപൂർവ്വം അതിലേറെ സ്നേഹത്തോടെ മറുമൊഴിക്കായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, രക്ഷിതാക്കളെ, കുട്ടികളെ, ഇപ്പം എൻ്റെ മനസ്സിൽ സന്തോഷമാണോ സങ്കടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. കൂടുതൽ പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോകും. അവിടെ അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ആദ്യം തന്നെ ഈ പ്രൗഢഗംഭീരമായ ഈ യാത്രയപ്പിന് ഞാൻ എൻ്റെ PT അംഗങ്ങളോടും പൂർവ്വ വിദ്യാർത്ഥികളോടും നാട്ടുകാരോടും കുട്ടികളോടും എല്ലാവരോടും മാനേജ്മെൻറ്റിനോടും എൻ്റെ എല്ലാവിധ നന്ദിയും ആദ്യം അറിയിക്കട്ടെ. ഈ ലാസ്റ്റ് നിമിഷത്തിൽ 10 മണിയാവാറായി, എന്നിട്ടും എൻ്റെ മറുപടി പ്രസംഗം കേൾക്കാനാണ് നിങ്ങളെല്ലാവരും ക്ഷമയോടുകൂടി ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. നമ്മുടെ നിസാറിൻ്റെ കുട്ടികൾ അവിടെ ഡ്രസ്സ് മാറി കുറേ നേരമായി അവിടെ നിൽക്കുന്നു. ആ മനോവിഷമവും എൻ്റെ മനസ്സിലുണ്ട്. എന്നുവെച്ചാൽ കുറേ വർഷമായി ഞാൻ വാർഷികം നടത്തുന്നു. അപ്പോൾ ഓരോരുത്തരും പ്രസംഗിക്കുമ്പോൾ അവരുടെ ആ പുറകിൽ നിൽക്കുന്ന കുട്ടികളുടെ വിഷമമൊക്കെ എനിക്കറിയാം. എന്തായാലും ഒരു 10 മിനിറ്റ് കൂടി എനിക്ക് വേണ്ടി നിങ്ങളിങ്ങനെ കാത്തു നിൽക്കണം. ഈ കുറച്ച് 36 വർഷത്തെ കാര്യം ഒന്നും ഞാൻ പറയുന്നില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞിട്ടില്ല ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ തുടങ്ങുകയാണ്. 1988 ഡിസംബർ 22-ാം തീയതിയാണ് ഞാൻ ഈ സ്കൂളിലേക്ക് പെരുമ്പലത്ത് ഇറങ്ങി നടന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുകയാണ്. അപ്പം മാനേജറും പ്രിയപ്പെട്ട മാനേജറും ഉണ്ട്. എന്നെ റസീന ടീച്ചറാണ് ജോയിൻ ചെയ്യിച്ചത്. ആ വർഷം തന്നെ റസീന ടീച്ചറും കുഞ്ഞമ്മ ടീച്ചറും റിട്ടയറായി. പിന്നെ ഉണ്ടായത് ബാലേഷ മാഷാണ്.
ബാലകൃഷ്ണ മാഷിന് ശേഷം ബാലവും ഉണ്ണികൃഷ്ണ മാഷ് സുനിത ടീച്ചറാണ് എന്നെ ഈ സ്കൂളിൻ്റെ എച്ചമായിട്ട് എനിക്ക് കൈപിടിച്ച് തന്നത്. അതോടൊപ്പം മാനേജർ എന്നെ ഏൽപ്പിച്ച ഈ ദൗത്യം നേരത്തെ രാജേഷ് പറഞ്ഞതുപോലെ 10,000 നിറച്ചിട്ടല്ല ഞാൻ പോണത്, ഇനിയും ഒരുപാട് നിറയ്ക്കാനുണ്ട് അതിലേക്ക്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ 10,000 നിറയൊന്നുമില്ല. എൻ്റെ ഒപ്പം നിൽക്കുന്ന ഓരോരുത്തർക്കും ഉണ്ട് അതിൻ്റെ ക്രെഡിറ്റ്സ്. എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ അധ്യാപകരെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തീരില്ല. എന്നുവെച്ചാൽ അവരാണ് എൻ്റെ ശക്തി. ഞാൻ എന്ത് പറഞ്ഞാലും നമ്മുടെ പൊതുവിദ്യാഭ്യാസ സബ്രക്ഷമായിട്ട് നമ്മുടെ സ്കൂളിനെ ഏറ്റെടുക്കാൻ പറ്റിയ എല്ലാ പ്രവർത്തനങ്ങളും ഭയങ്കര റിസ്ക് ഉള്ളതായിരിക്കും ചിലപ്പോൾ. എന്തായാലും ഞാൻ ധൈര്യം കൊടുക്കും. അതെൻ്റെ ഒരു മനോഭാവമാണ്. എന്തിനും ഞാൻ മുമ്പിൽ നിന്ന് കൊടുക്കും. അതിൻ്റെ പുറകിൽ അവരെന്തും ചെയ്യാൻ തയ്യാറായിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ രാത്രിയൊന്നോ പകലൊന്നോ ഇല്ല, അവരുടെ വീടും കുടുംബവും വിട്ടിട്ടാണ് ഈ പ്രിയപ്പെട്ട അധ്യാപകർ എന്നോടൊപ്പവും നമ്മുടെ കുട്ടികളുടെ ഒപ്പവും രക്ഷിതാക്കളുടെ ഒപ്പവും നിൽക്കുന്നത്. അതിൻ്റെയൊക്കെ ഫലം ഇപ്പം കാണുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സ്കൂളിൻ്റെ സ്ഥിതി. അതിൻ്റെ കൂടെ PTA രക്ഷിതാക്കളെ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അവരും രാത്രിയില്ല പകലില്ല. ഞാൻ എപ്പോഴും അവരെ രാത്രിയോ പകലോ ഇല്ലാതെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സുബേറിനെ നിങ്ങൾക്കറിയാം, 5 വർഷം ഞാൻ എൻ്റെ PTA പ്രസിഡൻ്റായിരുന്നു. 1 വർഷം ഇഫ്തിക്കറും. അവർ രണ്ടുപേർക്കും അറിയാം. സുബേറിന് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൻ്റെ ഓരോ അധ്യാപകരെയും കുട്ടികളെയും രക്ഷിതാക്കളെയും എന്നെ വളരെ നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അതിന് ഓരോ മുക്കും മൂലയിലും നിന്നുകൊണ്ട് രക്ഷിതാക്കൾ എനിക്ക് സഹായിച്ച് തരാറുണ്ട്. അതെൻ്റെ ഒരു വിജയം തന്നെയാണ്, സ്കൂളിൻ്റെ വിജയം തന്നെയാണ്, കുട്ടികളുടെ വിജയമാണ്, എല്ലാവരുടെയും വിജയമാണ്. അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ്, നമ്മുടെ മാനേജർ സാറിനോട് ഞാൻ ഏറ്റെടുത്ത എന്തെങ്കിലും എനിക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ കാര്യവും സാറിനോട് സ്വകാര്യം ഞാൻ രഹസ്യങ്ങളും പറയാറുണ്ട്. അതിനെനിക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും എനിക്ക് തരാറുണ്ട്. ഒരു HM ആകുമ്പോൾ നിങ്ങൾക്കറിയാം, 1600 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടാവുന്ന നിങ്ങൾക്കറിയാം. ചിലപ്പോൾ അറിയാം, ചിലപ്പോൾ അറിഞ്ഞില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ മാനേജർ സാറിനോട് ഞാൻ എൻ്റെ ഒരു കാരണവരുടെ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചോദിക്കും. അപ്പോൾ അതിനെനിക്ക് എൻ്റെ എല്ലാ മറുപടികളും തരും. ഞാൻ അങ്ങനെ പലരോടും ചോദിച്ച് എൻ്റെ ഒറ്റ ഇഷ്ടത്തിലല്ല, എല്ലാവരോടും എല്ലാവരുടെ സമ്മതങ്ങളും ചോദിച്ചിട്ടാണ് ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ സ്ഥിതി 58 എൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാ അധ്യാപകരെയും ഞാൻ വിളിച്ചു. അവർക്ക് എന്നോടുള്ള സ്നേഹവും സ്കൂളിനുള്ള കടപ്പാടും കൊണ്ട് ഭൂരിഭാഗം അധ്യാപകരും ഇന്നിവിടെ വൈകുന്നേരം എത്തിച്ചേർന്നിട്ടുണ്ട്. അവരോട് എൻ്റെ കടപ്പാട് ഞാൻ അറിയിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഈ 88 വന്നപ്പോൾ ഞാൻ എൻ്റെ വഴിയമ്പലത്തുനിന്ന് വന്ന് എന്നെ സൗന്ദര്യ ടീച്ചറും ദേവി ടീച്ചറുമാണ് 2 കൈ പിടിച്ച് ഈ കടവ് പാലം ഉണ്ടായിരുന്നില്ല, വള്ളത്തിൽ കയറിയിട്ടാണ് വരാൻ. ഞാൻ ആദ്യമായിട്ടാണ് വള്ളത്തിൽ കയറുന്നത്. എന്തു ചെയ്യും? അപ്പോൾ അവർക്ക് എൻ്റെ 2 കൈയും പിടിച്ച് എൻ്റെ മകളെ പോലെയാണ് സൗന്ദര്യ ടീച്ചറും ദേവി ടീച്ചറും എന്നെ കുറേ കല്യാണം കഴിയുന്നത് വരെ എന്നെ കൊണ്ടുനടന്നത്. അതിനുശേഷമാണ് എൻ്റെ കല്യാണം ഇവിടെ വെച്ച്. മാഷിനെ എല്ലാവർക്കും അറിയാം, മാഷാണ് എൻ്റെ ഭർത്താവ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കുടുംബസമേതം പെരുവഴിയമ്പലത്ത് താമസിക്കുകയാണ്. അപ്പോഴാണ് ബാവുമ്പൻ പറയുന്നത്, നമ്മുടെ മണ്ടായപ്പുറത്ത് ബാവുമ്പൻ നമ്മുടെ കൂടെ ഇല്ല. ബാവുമ്പനെ കുറിച്ച് 2 വാക്ക് പറയാതെ എനിക്ക് വേദിയിൽ നിന്ന് പോകാൻ പറ്റില്ല. ബാവുമ്പൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ കഷ്ടപ്പെടണ്ട, ഈ തിങ്കൾക്കാട്ടിലെ വീട് നിങ്ങൾക്കറിയാം, പഴയ ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലെ വെള്ളവും വെളിച്ചവും ആക്കി തന്ന് ഞങ്ങൾ ആ വീട്ടിലേക്ക് താമസം മാറി. അവിടെ നിന്നാണ് ഞാൻ അഞ്ചുടിക്കരയിലേക്ക്, ഞങ്ങൾക്കൊരു വീട് ബാവുമ്പൻ തന്നെയാണ് അവിടെ ശരിയാക്കി തന്നത്. അഞ്ചുടിക്കരയിലേക്ക് ഞങ്ങൾ അവിടെ പുതിയ വീട്ടിലേക്ക് താമസം മാറി. അത് ചെന്ന് പെട്ടത് പാട്ടത്തിൽ മൂമാലി കാക്കാൻ്റെയും ആമിന ഉമ്മയുടെയും വീടിൻ്റെ അടുത്തേക്കാണ്. അവരുടെ 11 മക്കളുടെ കൂട്ടത്തിൽ 12ാമത്തെ മക്കളായിട്ടാണ് ഞങ്ങളെ, എന്നെയും ആശയും കുടുംബത്തെയും അവരെ ഏറ്റെടുത്തത്. ആ സ്നേഹവും കടപ്പാടും അവരിന്നും ആ കുടുംബത്തോട് ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും അവരുടെ മക്കളെല്ലാം ഞങ്ങളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. അതുപോലെ അഞ്ചുടിക്കരയിലെ ഓരോ കുടുംബാംഗങ്ങളും അവരെല്ലാവരും ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് ഒരു വിഷമവും ഇല്ലാതെയാണ് ഞങ്ങൾ ആ കുടുംബാംഗങ്ങളോട്. അഞ്ചുടിക്കരയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. അതുപോലെ ഞങ്ങൾക്ക് വീട് വാങ്ങാൻ ഞങ്ങളുടെ മൈമൂട്ടിയാണ് ഞങ്ങൾക്ക് ആ വീട് വാങ്ങാനുള്ള സ്ഥലമൊക്കെ മേടിച്ചു തന്ന് അവരുടെ കുടുംബത്തോടും ഞങ്ങൾക്ക് അതിയായ കടപ്പാടുണ്ട്. അതിനുശേഷമാണ് ഞാനിവിടെ സ്കൂളിൽ കഴിഞ്ഞ് നിങ്ങൾക്കറിയാം, ഒരു ആണിന് കരുത്ത് തരുന്ന പിന്നിലൊരു സ്ത്രീ ഉണ്ടെന്നറിയാം. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ പുറകിൽ ഒരു പുരുഷനുമുണ്ട്. ഞാനിവിടെ HM ശേഷം രാത്രിയില്ല പകലില്ല എപ്പോൾ വേണമെങ്കിലും സ്കൂളിൽ എത്തിച്ചേരുന്ന
എൻ്റെ വീട്ടിലെ എൻ്റെ മാഷും എൻ്റെ കുട്ടികളും 6 മണിക്ക് പോകണോ 6 മണിക്ക് സ്കൂളിൽ എത്തിത്തരും. രാത്രി 12 മണിക്ക് പോകണോ അപ്പോൾ എന്നെ ഇവിടെ എത്തിച്ചേരും. ഒരു മടുപ്പും ഇല്ലാതെ ഞാൻ വീടൊക്കെ ഉപേക്ഷിച്ചിട്ട് 6 വർഷത്തോളമായി എൻ്റെ വീടില്ല. എൻ്റെ വീട് എൻ്റെ സ്കൂളാണ്. സ്കൂളിന് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച എൻ്റെ ഫലമാണ് നിങ്ങൾ ഇന്നിപ്പോൾ കണ്ട എൻ്റെ ഈ സ്വീകരണം. ഈ സ്കൂളിൻ്റെ ഏത് ഭാഗത്ത് ഏറ്റവും ആദ്യം എത്തിച്ചേരുന്ന ആളാണ് ഞാൻ. പണ്ടും HM ആവണയ്ക്ക് മുമ്പും HM ആയതിനു ശേഷവും ഏറ്റവും അവസാനം പോകുന്ന കുടുംബവും ഞാനും മാഷും കുട്ടികളുമാണ് ഇവിടുന്ന് പോകാറ്. അതിൻ്റെ ഇടയിലാണ് 2018 കഴിഞ്ഞ് 19 ആയപ്പോഴാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഉണ്ടാക്കണമല്ലോ ഒരു ആശയം സുബൈറിൻ്റെ അടുത്ത് എനിക്ക് കിട്ടിയത്. അങ്ങനെ സുബൈറും ഞാനും കൂടി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആദ്യം 89 വിരിഞ്ഞ പൂക്കൾ അവർ നല്ല രീതിയിൽ ഇവിടെ ആദ്യം എൻ്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഉണ്ടാക്കി. അത് കണ്ടിട്ടാണ് എല്ലാ കൂട്ടായ്മകളും കൂടി ഇങ്ങോട്ട് വന്നത്. അത് എൻ്റെ ഒരു ശക്തിയാണ്. ഞാനൊന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, മക്കളെ ഇന്ന സാധനം വേണം, എനിക്ക് ഒരു മുടക്കവും ഇല്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എനിക്ക് സങ്കടവും കരച്ചിലൊക്കെ വരുന്നുണ്ട്. ഞാനത് പിടിച്ചു വച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ സ്നേഹാദരങ്ങൾ. അവർ ഓരോ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഈ ഓരോ വിദ്യാർത്ഥി കൂട്ടായ്മകളും ഇനിയും ഉണ്ടാവുക. ഒരു മാലയിലെ മുത്തുകൾ കോർത്ത് ഞാൻ പകുതിയെ എത്തിയിട്ടുള്ളൂ. ഇനി അത് പൂർത്തിയാക്കേണ്ടത് ബാക്കിയുള്ള അധ്യാപകരും PTA-ക്കാരും എല്ലാവരും കൂടിയിട്ടാണ്. നമുക്ക് 100-ാം വർഷത്തിലേക്ക് ആ മാല പൂർത്തിയാക്കി നമുക്ക് 100-ാം വാർഷികം നല്ല അടിപൊളിയായിട്ട് നടത്താം. നമ്മുടെ സ്കൂൾ ഈ ചെമ്പറയുടെ ഒരു വിളക്കായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ടീച്ചർ. നമുക്ക് ഏവർക്കും ടീച്ചറോടുള്ള ആദരവ് എണീറ്റ് നിന്നുകൊണ്ട് കൈയടിച്ചുകൊണ്ട് നമുക്ക് കാണിക്കാം. നമ്മെ മുഴുവൻ സഹാധ്യാപകരെയും രക്ഷിതാക്കളെയും പ്രിയപ്പെട്ട കുട്ടികളെയും എല്ലാം കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ടാണ് ടീച്ചറുടെ പ്രസംഗം അവസാനിപ്പിച്ചത്. നന്ദി ടീച്ചർ. ഈ സ്നേഹം ഞങ്ങൾക്ക് ഇനിയും ഉണ്ടാകും. ടീച്ചറുടെ സ്നേഹം തിരിച്ചും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താങ്ക് യു വെരി മച്ച്. നാടിന് മിനി ടീച്ചർ ആരായിരുന്നു എന്നാണ് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് ഈ വേദിയിലും ഈ സദസ്സിലും വെച്ച് കണ്ടത്. എനിക്ക് പറയാനുള്ളത്, ഈ അവസാന സമയത്തും ടീച്ചർ ചിന്തിച്ചത് എൻ്റെ കുട്ടികൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഞാൻ അത് ആലോചിച്ചത്. ടീച്ചർ ഈ യാത്രയപ്പ് വേളയിൽ ആദ്യമായിട്ട് തുടങ്ങിയത് അങ്ങനെയാണ്. നിസാർ മാഷും ധനീഷ് മാഷും പഠിപ്പിക്കുന്ന കുട്ടികൾ കാത്തു നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന്. അതാണ് ടീച്ചർ. മിനി ടീച്ചർ അതാണ്. ഓരോ കാര്യവും വളരെ വ്യക്തമായി മനസ്സിലാക്കിയ കുട്ടികളെയും രക്ഷിതാക്കളെയും അതോടൊപ്പം തന്നെ അധ്യാപകരെയും എങ്ങനെ ഒരു മാലയിൽ കോർത്ത മണിമുത്തുകളെ പോലെ കൊണ്ടുപോകാമെന്ന് കഴിഞ്ഞ 36 വർഷമായി, അതിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ 6 വർഷമായി നമ്മുടെ ചെമ്പ്ര നാട്ടുകാർക്ക് കാണിച്ചു തരുന്ന ആ മിനി ടീച്ചറെയാണ് നമുക്ക് ഈ മാർച്ചോടുകൂടി ഈ സ്കൂളിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടുന്ന അധ്യാപക സമൂഹത്തിന് ഒരു വലിയ നഷ്ടം തന്നെയാണ്. പക്ഷേ ഗവൺമെന്റ് അല്ലെങ്കിൽ ആ നിയമപ്രകാരമുള്ള ആ നിയമം നമ്മൾ പാലിച്ച് മതിയാകൂ എന്നുള്ളത് കൊണ്ട് ടീച്ചർക്ക് പോയേ മതിയാകൂ. ഞാനടക്കമുള്ള ഒരാളും തന്നെ ടീച്ചർ നമ്മുടെ സ്കൂളിന്റെ പടി കടന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതാണ് നമ്മുടെ നിയമം. നമുക്കറിയാം, ടീച്ചറുടെ ഓരോ ഇടപെടലുകളും രക്ഷിതാവട്ടെ അതുപോലെ തന്നെ ഞാനടക്കമുള്ള അധ്യാപകരാവട്ടെ വളരെ സസൂക്ഷ്മം, ഒരാൾക്ക് പോലും ഒരു വാക്ക് കൊണ്ട് പോലും ഒരു പ്രവൃത്തി കൊണ്ട് പോലും വേദനിപ്പിക്കാത്ത രീതിയിൽ, എന്നാലാണെങ്കിൽ കാര്യപ്രാപ്തിയുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ആ ക്ലാസ്സുകളാണെങ്കിലും മറ്റ് മേഖലകളിലാണെങ്കിലും ടീച്ചറുടെ ഇടപെടലുകൾ ഇല്ലാതെ ഒരു കാര്യവും നടക്കാറില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ വാർഷികാഘോഷവും അതുപോലെ തന്നെ യാത്രയപ്പ് പരിപാടിയുമായി സഹകരിച്ച PTA എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ, പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ ഭാരവാഹികൾ, FTA ഭാരവാഹികൾ, ക്ലബ്ബ് ഭാരവാഹികൾ, പരസ്യങ്ങൾ തന്ന് സഹായിച്ച സ്ഥാപനങ്ങൾ, വ്യക്തികൾ, LED അതിലേക്ക് പരസ്യങ്ങൾ തന്നവർ, അതുപോലെ തന്നെ നമ്മുടെ സപ്ലിമെന്റിലേക്ക് പരസ്യങ്ങൾ തന്നവർ, വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് സപ്പോർട്ട് ചെയ്ത സ്വാഗത സംഘം, രക്ഷാധികാരികൾ, നാട്ടുകാർ, സോഷ്യൽ മീഡിയ വഴി നമ്മുടെ ഈ പരിപാടി ഇത്രയും ബഹുത്തായ വളരെ ഭംഗിയായിട്ടുള്ള പരിപാടിയാക്കാൻ സഹകരിച്ച നാട്ടുകാർ, അതുപോലെ മാധ്യമങ്ങൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, അതുപോലെ തന്നെ നമുക്ക് ലൈറ്റും വെളിച്ചവും തന്നുകൊണ്ടിരിക്കുന്ന നൗഷാദ് ലൈറ്റ് ആൻഡ് സൗണ്ട്, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നമ്മുടെ സ്കൂളിന്റെ പേരിലും PTA യുടെ പേരിലും അധ്യാപകരുടെ പേരിലും നമുക്കെല്ലാവർക്കും വേണ്ടി നാടിന് വേണ്ടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.